നമസ്കാരം. +2 പബ്ലിക് എക്സാമിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. +2 ഫിസിക്സിലെ 9ാമത്തെ ചാപ്റ്ററായ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിലെ 9.5 റിഫ്രാക്ഷൻ അറ്റ് സ്പെറിക്കൽ സർഫേസ് ആൻഡ് ബൈലൻസ്, 9.6 റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം എന്നീ ടോപ്പിക്കുകളാണ് പാർട്ട് 2 വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 1 വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ 2 വീഡിയോയും പൂർണ്ണമായി കാണുക, മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് റിഫ്രാക്ഷൻ അറ്റ് സ്പെറിക്കൽ സർഫസിനെ കുറിച്ചിട്ട് പഠിക്കാം. ഇവിടെ നമ്മളൊരു സ്പെറിക്കൽ സർഫസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. XY എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സ്പെറിക്കൽ സർഫസ്. ഇവിടെ O എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഓയിൽ നിന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന റേ എ എന്ന പോയിന്റിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. അതിനുശേഷം റിഫ്രാക്ഷന് ശേഷം ഐയിലാണ് അത് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു നോർമൽ വരയ്ക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് സിയിൽ നിന്ന് ഒരു നോർമൽ വരച്ചിരിക്കുന്നതായിട്ട് ഇവിടെ കാണാവുന്നതാണ്. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറയുന്നത് എന്താണ്? ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് റേ ആൻഡ് ഓൾസോ ദ നോർമൽ. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കിട്ടി. ഇനി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നതോ റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. സ്നെൽസ് ലോ അനുസരിച്ച് sin I ഡിവൈഡ് ബൈ sin R എന്ന് പറയുന്നത് n2/n1 ആണ്. ഇനി ഐയും ആറും വളരെ ചെറുതാണെങ്കിൽ നമുക്കിത് I/R is equal to n2 ഡിവൈഡ് ബൈ n1 ആയിട്ട് എഴുതാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ n1I ഈക്വൽ ടു n2R ആയിട്ട് എഴുതാവുന്നതാണ്. n1I ഈക്വൽ ടു n2R. ഇനി എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ എന്നുള്ള കാര്യം നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ട്രയാങ്കിള് OAC കൺസിഡർ ചെയ്യും. ഇതാണ് ട്രയാങ്കിള് OAC. ഇവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് I ആണ്. ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയും ആൽഫയാണ്. അപ്പൊ I ഇസ് ഈക്വൽ ടു തീറ്റ പ്ലസ് ആൽഫ ആയിട്ട് എഴുതാം. I ഇസ് ഈക്വൽ ടു തീറ്റ പ്ലസ് ആൽഫയാണ്. ഇനി ഇവിടെ അടുത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് IAC ആണ്. ട്രയാങ്കിൾ IAC. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയാണ്. ഇനി ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ആറും ബീറ്റയാണ്. അപ്പൊ ആൽഫ ഇസ് ഈക്വൽ ടു R പ്ലസ് ബീറ്റ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ R ഇസ് ഈക്വൽ ടു ആൽഫ മൈനസ് ബീറ്റ ആയിട്ട് എഴുതാം. അപ്പൊ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് I ഡിവൈഡഡ് ബൈ R ഇസ് ഈക്വൽ ടു n2 ഡിവൈഡ് ബൈ n1 ആണ്. അതിൽ നിന്ന് I ഇൻറ്റു n1 ഈക്വൽ ടു R ഇൻറ്റു n2 ആയിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് അവിടെ ഐക്കും ആറിനും പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നൽകാവുന്നതാണ്. ഇത് I ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് തീറ്റ ആയിട്ടും R ഇസ് ഈക്വൽ ടു ആൽഫ മൈനസ് ബീറ്റ ആയിട്ടും കൊടുക്കുക. ഇപ്പൊ n1 ഇൻറ്റു I, ഇപ്പൊ ഐക്ക് പകരം ആൽഫ പ്ലസ് തീറ്റ ഈക്വൽ ടു n2 ഇൻറ്റു R, ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് ബീറ്റ ആയിട്ട് എഴുതാം. അതായത് n1 ഇൻറ്റു ആൽഫ പ്ലസ് തീറ്റ ഈക്വൽ ടു n2 ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ. ഇനി ഇവിടെ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. റീഅറേഞ്ച് ചെയ്യുമ്പോൾ ആൽഫയുടെ ടേം റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കൊണ്ടുവരാം, ബാക്കിയുള്ള ടേംസ് ലെഫ്റ്റ് സൈഡിൽ നിർത്താം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം n1 ആൽഫ, ഇത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പം മൈനസ് n1 ആൽഫ കിട്ടുന്നു. പിന്നെ n1 ഇൻറ്റു തീറ്റ അത് ലെഫ്റ്റ് സൈഡിൽ നിർത്തുന്നു. ഇനി ഇവിടെ n2 ആൽഫ, ഇവിടെ നമ്മളത് n2 ആൽഫ എഴുതിയിരിക്കുന്നു. ഇനി ഇവിടെ മൈനസ് n2 ബീറ്റ, അതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് n2 ബീറ്റ ആയിട്ട് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ n1 തീറ്റ പ്ലസ് n2 ബീറ്റ ഈക്വൽ ടു n2 മൈനസ് n1 ഇൻറ്റു ആൽഫ ആയിട്ട് എഴുതാം. ഇനി അടുത്തായിട്ട് നമുക്ക് ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നവ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ആണ്. സോ ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ആർക്ക് എന്ന് പറയുന്നത് AP, ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് OP. അപ്പൊ നമുക്ക് തീറ്റ ഇസ് ഈക്വൽ ടു AP ബൈ OP ആയിട്ട് എഴുതാം. അടുത്തതായിട്ട് നമ്മൾ ബീറ്റ കണ്ടുപിടിക്കാം. ബീറ്റ എന്ന് പറഞ്ഞാൽ AP ഡിവൈഡഡ് ബൈ PI ആണ്. ബീറ്റ ഇസ് ഈക്വൽ ടു AP ഡിവൈഡ് ബൈ PI ആയിട്ട് എഴുതാം. ഇനി അതുപോലെ ആൽഫ എന്ന് പറയുന്നതോ AP ഡിവൈഡഡ് ബൈ R ആണ്. ആൽഫ ഇസ് ഈക്വൽ ടു AP ഡിവൈഡ് ബൈ R, അല്ലെങ്കിൽ PC ആയിട്ട് എഴുതാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ n1 തീറ്റ പ്ലസ് n2 ബീറ്റ ഈക്വൽ ടു n2 മൈനസ് n1 ഇൻറ്റു ആൽഫയാണ്. അപ്പോൾ ഇതിനകത്ത് തീറ്റയ്ക്കും ബീറ്റയ്ക്കും ആൽഫയ്ക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുക.
അപ്പൊ n1 ഇൻറ്റു തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കാം എ പി ബൈ ഒ പി പ്ലസ് n2 ഇൻറ്റു ബീറ്റയ്ക്ക് പകരവും എ പി ബൈ പി ഐ ഈക്വൽ ടു n2 മൈനസ് n1 ഇൻറ്റു ആൽഫയ്ക്ക് പകരം എ പി ബൈ പി സി. ഇവിടെ കോമൺ ആയിട്ടുള്ള ടൈം നോക്കുക, അതായത് എ പി ആണ്. അപ്പൊ നമുക്ക് എ പി ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ഇവിടെ റിമെയിൻ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് n1 ബൈ ഒ പി പ്ലസ് n2 ബൈ പി ഐ ഈക്വൽ ടു n2 മൈനസ് n1 ഡിവൈഡ് ബൈ പി സി ആണ്. നമുക്കതൊന്ന് എഴുതാം. n1 ബൈ ഒ പി പ്ലസ് n2 ബൈ പി ഐ ഈക്വൽ ടു n2 മൈനസ് n1 ബൈ പി സി ആണ്. ഇനി ഇവിടെ നമുക്ക് നോക്കുക, ഈ ഒ പിക്കും പി ഐക്കും പി സിക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അടുത്തതായിട്ട് നമുക്ക് നൽകേണ്ടത്. ഈ എന്താണ് ഈ ഒ പി എന്ന് പറയുന്നത്? ഒബ്ജക്റ്റിൽ നിന്ന് ഈ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? യു ആയിട്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇത് ഇവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ആയിട്ട് എടുക്കാം. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഒ പി ഇസ് ഈക്വൽ ടു മൈനസ് യു ആയിട്ട് എഴുതാം. ഇനി അടുത്തത് പി ഐ. പി ഐ എന്ന് പറയുന്നത് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മളത് വി വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലേക്കാണ്, അതുകൊണ്ട് നമുക്കത് പ്ലസ് ആയിട്ട് എടുക്കാം. ദറ്റ് ഈസ് പ്ലസ് വി. അടുത്തത് പി സി. പി സിയും റൈറ്റ് സൈഡിലേക്കാണ് മെഷർമെന്റ്, അപ്പോൾ നമുക്കത് ആറായിട്ട് നമുക്ക് എടുക്കാം. പി സി ഇസ് ഈക്വൽ ടു ആറാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. n1 ബൈ ഒ പിക്ക് പകരം n1 ബൈ മൈനസ് യു പ്ലസ് n2 ബൈ പി ഐക്ക് പകരം പ്ലസ് വി ഈക്വൽ ടു n2 മൈനസ് n1 ഡിവൈഡ് ബൈ ആറായിട്ട് എഴുതാം. ഇത് ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. പ്ലസിന്റെ ടൈം ആദ്യം എഴുതാണ്. ഇത് n2 ബൈ വി മൈനസ് n1 ബൈ യു ഈക്വൽ ടു n2 മൈനസ് n1 ബൈ ആറായിട്ട് എഴുതാം. അടുത്തതായിട്ട് നമുക്ക് റിഫ്രാക്ഷൻ ബൈ എ ലെൻസിനെ കുറിച്ച് പഠിക്കാം. ഇവിടെ നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കുന്നു. ഇവിടെ നമ്മൾ ലെൻസിൽ രണ്ട് സ്പെറിക്കൽ സർഫസ് ആണുള്ളത്. ഇവിടെ എ ബി സിയും ഇത് എ ഡി സി. അപ്പൊ ഒ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആദ്യത്തെ സ്പെറിക്കൽ സർഫസിൽ ഇൻസിഡന്റ് ചെയ്യാണ്. ഈ എം എന്ന് പറയുന്ന പോയിന്റിൽ ഇൻസിഡന്റ് ചെയ്തതിനു ശേഷം റിഫ്രാക്ട് ചെയ്യും. ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് നമ്മൾ I1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഒന്ന് എഴുതാം. അതായത് ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? സെക്കൻഡ് എന്ന് പറയുന്നത് n2 ആണ്. അപ്പൊ n2 ഡിവൈഡഡ് ബൈ ഇതിനകത്തേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? v1 ആണ് അല്ലെ. അപ്പൊ n2 ബൈ v1 മൈനസ് ദെൻ n1 ബൈ u ഈക്വൽ ടു n2 മൈനസ് n1 ഡിവൈഡഡ് ബൈ r1. r1 എന്ന് പറയുന്നത് ഈ ആദ്യത്തെ റിഫ്രാക്റ്റിംഗ് സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. നമുക്കത് r1 ആയിട്ട് എടുക്കാം. എ ബി സിയുടെ റേഡിയസ് ഓഫ് കർവേച്ചർ r1 ആയിട്ട് എടുക്കാം. അപ്പൊ n2 ബൈ v1 മൈനസ് n1 ബൈ യു ഈക്വൽ ടു n2 മൈനസ് n1 ഡിവൈഡ് ബൈ r1 ആയിട്ട് എഴുതാം. ഇനി അടുത്തതായിട്ട് ഇവിടെ I1 എന്ന് പറയുന്ന ഇമേജ് ഈ രണ്ടാമത്തെ സർഫസിന്റെ വെർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി അതിന്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് I ആണ്. ഈ ഐയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? വി ആയിട്ട് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് n1 ബൈ വി മൈനസ് n2 ബൈ v1, അതായത് v1 എന്ന് പറയുന്നത് ഈ I1ലേക്കുള്ള ഡിസ്റ്റൻസ് v1 ഈക്വൽ ടു n1 മൈനസ് n2 ഡിവൈഡ് ബൈ r2 ആയിട്ട് എഴുതാം. അതായത് റിഫ്രാക്ഷൻ ബൈ സ്പെറിക്കൽ സർഫസ് നമ്മൾ പഠിച്ചതുപോലെയാണ് ഈ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത്. n1 ബൈ വി മൈനസ് n2 ബൈ v1 ഈക്വൽ ടു n1 മൈനസ് n2 ഡിവൈഡ് ബൈ r2 ആയിട്ട് എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. ഇതിനകത്ത് നമുക്കൊരു കോമൺ ടൈം കാണാം. അതായത് n2 ബൈ v1ഉം ഇവിടെ n2 ബൈ v1 ഉണ്ട്. ഇവിടെ പ്ലസും അത് ഇവിടെ മൈനസും ആണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് ടൈം എന്താവും? ക്യാൻസൽ ആവും. അങ്ങനെയാണെങ്കിൽ n1 ബൈ വി മൈനസ് n1 ബൈ യു ഈക്വൽ ടു n2 മൈനസ് n1 ബൈ r1 പ്ലസ് n1 മൈനസ് n2 ഡിവൈഡ് ബൈ r2 ആയിട്ട് എഴുതാം. ഇപ്പോൾ ഇക്വേഷൻ നോക്കുക. n1 ബൈ വി മൈനസ് n1 ബൈ യു ഈക്വൽ ടു നമുക്കത് n2 മൈനസ് n1 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ n2 മൈനസ് n1 ഇൻറ്റു 1 ബൈ r1 മൈനസ് 1 ബൈ r2 ആയിട്ട് എഴുതാം. കാരണം ഒരെണ്ണം n2 മൈനസ് n1ഉം അടുത്തതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് n1 മൈനസ് n2 ആണ്. അതുകൊണ്ട് നമുക്ക് മൈനസ് 1 ബൈ r2 ആയിട്ട് അവിടെ എഴുതാം. ഇനി അതിനകത്ത് n1 വെച്ചിട്ട് ഈ മൊത്തം ടൈമിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ നമുക്ക് 1 ബൈ വി മൈനസ് 1 ബൈ യു ഈക്വൽ ടു n2 ബൈ n1 മൈനസ് n1 ബൈ n1 എന്ന് പറയുന്നത് 1 ഇൻറ്റു 1 ബൈ r1 മൈനസ് 1 ബൈ r2 ആയിട്ട് കിട്ടും. ഇനി നമുക്ക് n2 ബൈ n1 ദാറ്റ് ഈസ് ഈക്വൽ ടു n ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ലെൻസ് എയറിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കത് n ആയിട്ട് എഴുതാം. ഇപ്പൊ 1 ബൈ വി
minus 1 by u equal to n minus 1 into 1 by r1 minus 1 by r2 ആയിട്ട് ഇക്വേഷൻ എഴുതാവുന്നതാണ്. ഇനി അതായത് 1 by v minus 1 by u is equal to n minus 1 into 1 by r1 minus 1 by r2 ആയിട്ട് എഴുതാം. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇൻഫിനിറ്റിയിൽ, അത് ഫോം ചെയ്യുന്ന ഇമേജ് ഫോക്കസിലാണ്. അപ്പൊ യു എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് എഴുതാം, എഫ് ഇസ് ഈക്വൽ ടു വി ആയിട്ട് എഴുതാം. ഇപ്പൊ 1 by വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 1 by എഫ് ആയിട്ട് കൊടുക്കാം, മൈനസ് 1 by യുവിന് പകരം 1 by ഇൻഫിനിറ്റി ആയിട്ട് കൊടുക്കാം. അപ്പോൾ 1 by എഫ് മൈനസ് 1 by ഇൻഫിനിറ്റി ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 1 by r1 മൈനസ് 1 by r2 ആണ്. ഇനി 1 by ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമുക്കത് 0 ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ റിമൈൻ ചെയ്യുന്നത് 1 by എഫ് ഇസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 1 by r1 മൈനസ് 1 by r2. ഇതിനെയാണ് നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് വിളിക്കുന്നത്. ഇനി ഇക്വേഷൻ നമ്മൾ ഈ തേർഡ് ഇക്വേഷൻ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ഇതിലെ ലെഫ്റ്റ് സൈഡ് മാത്രമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 by എഫും ഇവിടെ 1 by v മൈനസ് 1 by u ആണ്. അപ്പൊ നമുക്കിത് 1 by എഫ് ഇസ് ഈക്വൽ ടു 1 by v മൈനസ് 1 by u ആയിട്ട് എഴുതാം. ദിസ് ഈസ് ദ ലെൻസ് ഫോർമുല. 1 by എഫ് ഇസ് ഈക്വൽ ടു 1 by v മൈനസ് 1 by u. അത് ലീനിയർ മാഗ്നിഫിക്കേഷൻ ആണ്. ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ v by u ആയിട്ട് എഴുതാം. ഇനി പവർ ഓഫ് എ ലെൻസ് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റേഴ്സ്. അപ്പോൾ ഒരു ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ ആണ്. പക്ഷെ ഫോക്കൽ ലെങ്ത് നിർബന്ധമായിട്ട് നമ്മൾ മീറ്ററിലായിരിക്കും അത് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ പവർ പി ഇസ് ഈക്വൽ ടു 1 by എഫ് ഇൻ മീറ്റർ. ഇനി പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്, ഡയോപ്റ്റർ ഡി. അടുത്തതായിട്ട് കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട്. ഇവിടെ നമ്മൾ രണ്ട് ലെൻസുകൾ കൺസിഡർ ചെയ്യാണ്, ലെൻസ് L1 ലെൻസ് L2. ഇവിടെ O എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. O എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഫസ്റ്റ് ലെൻസിൽ ഇൻസിഡന്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഇമേജ് ആണ് I1 എന്ന് പറയുന്നത്. ഈ I1 ഈ രണ്ടാമത്തെ ലെൻസിന് ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും ഫൈനൽ ഇമേജ് I ഫോം ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് ഫസ്റ്റ് വൺ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ലെൻസ് വെച്ചിട്ട് നമുക്ക് എഴുതാം, ലെൻസ് ഫോർമുല എഴുതാം. ഇത് 1 by എഫ് ഇസ് ഈക്വൽ ടു 1 by v മൈനസ് 1 by u എന്നുള്ളതാണ് ലെൻസ് ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് F1 ആയിട്ടും രണ്ടാമത്തെ F2 ആയിട്ടും എടുക്കാം. ഇനി നമുക്ക് ആദ്യത്തെ ലെൻസ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ O എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്, O ഉണ്ടാക്കുന്ന ഇമേജ് ആണ് I1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് യുവും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് v1ഉമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 1 by f1 ഈക്വൽ ടു 1 by v1 മൈനസ് 1 by u ആയിട്ട് എഴുതാം. ഇനി ഈ I1 എന്ന് പറയുന്ന ഇമേജ് രണ്ടാമത്തെ ലെൻസിന് ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത് I ആയിട്ട് എടുക്കാം. അപ്പൊ ഈ രണ്ടാമത്തെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് F2 ആണ്. അപ്പൊ ഇതിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് I1 ആണ്. അപ്പൊ I1ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് v1ഉം ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് v-യുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 1 by f2 ഈക്വൽ ടു 1 by v മൈനസ് 1 by v1 ആയിട്ട് എഴുതാം. ഇനി രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യാം. ഇവിടെ നോക്കാം, ഇവിടെ കോമൺ ആയിട്ട് ഒരു ടേം വരുന്നുണ്ട് 1 by v1. ഇതിവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസും ആണ്. അപ്പൊ രണ്ടും ക്യാൻസൽ ചെയ്തു പോകും. അപ്പൊ നമുക്ക് നോക്കാം, ലെഫ്റ്റ് സൈഡിൽ 1 by f1 പ്ലസ് 1 by f2ഉം റൈറ്റ് സൈഡിൽ 1 by v, ഇവിടെയുള്ള 1 by v പിന്നെ മൈനസ് 1 by u, ദാറ്റ് ഈസ് 1 by v മൈനസ് 1 by u ആണുള്ളത്. അപ്പൊ 1 by f1 പ്ലസ് 1 by f2 is equal to 1 by v minus 1 by u ആയിട്ട് എഴുതാം. If the two lenses are replaced by a single lens of focal length f, the image is formed at v. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ രണ്ട് ലെൻസും ഒരു സിംഗിൾ ലെൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക, അതിന്റെ ഫോക്കൽ ലെങ്ത് f ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ 1 by f1 പ്ലസ് 1 by f2ന് പകരമായിട്ടും 1 by ക്യാപിറ്റൽ f ആയിട്ട് കൊടുക്കുക. അപ്പോൾ 1 by f is equal to 1 by v minus 1 by u ആണ്. ഇനി വീണ്ടും ഈ ഇക്വേഷന്റെയും ഈ ഇക്വേഷന് ലെഫ്റ്റ് സൈഡുകൾ നമ്മളൊന്ന് കമ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് 1 by f ക്യാപിറ്റൽ F is equal to 1 by f1 പ്ലസ് 1 by f2 ആയിട്ട് എഴുതാം. ഇനി അതുപോലെ ഇതിന്റെ പവർ എന്ന് പറയുന്നത് p ആയിട്ട് എഴുതാം, അല്ല 1 by f എന്ന് പറയുന്നത് p ആണ്. അപ്പൊ p is equal to p1 പ്ലസ് p2 ആയിരിക്കും. ഇനി ഇവിടെ കൂടുതൽ നമ്പർ ഓഫ് ലെൻസുകൾ ഉണ്ട്. ഇതിന്റെ മാഗ്നിഫിക്കേഷൻ ഓരോന്നിന്റെയും m1 m2 ആണെങ്കിൽ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ m എന്ന് പറയുന്നത് m1 ഇൻറ്റു m2 ഇൻറ്റു m3 എക്സെട്ര ആയിരിക്കും. Triangular glass prism. A triangular glass prism has two triangular bases
and 3 rectangular lateral surfaces. The angle between its two lateral faces is called the angle of the prism. ഒരു ട്രയാങ്കുലർ പ്രിസത്തിന് 2 ട്രയാങ്കുലർ ബേസസും 3 റെക്ടാങ്കുലർ ലാറ്ററൽ സർഫസുമാണ് ഉള്ളത്. 2 ലാറ്ററൽ ഫേസുകൾ തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെ ആംഗിൾ ഓഫ് ദ പ്രിസം എന്ന് വിളിക്കുന്നു. ആംഗിൾ ഓഫ് ദ പ്രിസം എ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. ഒരു പ്രിസത്തിൽ കൂടിയുള്ള ലൈറ്റിന്റെ റിഫ്രാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ലൈറ്റ് റേ എയറിൽ നിന്ന് ഗ്ലാസിലേക്ക് പ്രവേശിക്കുമ്പോൾ നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്നു. അതായത് ഒരു റൈറർ മീഡിയത്തിൽ നിന്ന് ലൈറ്റ് ഡെൻസർ മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്നു. രണ്ടാമത്തെ സർഫസിൽ വെച്ച് ലൈറ്റ് ഗ്ലാസിൽ നിന്നും എയറിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ലൈറ്റ് നോർമലിൽ നിന്ന് അകന്നു പോകുന്നു. ഇവിടെ ഇൻസിഡന്റ് റേയും എമർജന്റ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെ ആംഗിൾ ഓഫ് ദ ഡീവിയേഷൻ എന്ന് വിളിക്കുന്നു. ചിത്രത്തിൽ നിന്നും ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. The angle of the deviation. The angle between the incident ray and the emergent ray is known as the angle of the deviation. Angle of incidence x-axisലും angle of deviation y-axisലുമായി വരയ്ക്കുന്ന ഗ്രാഫിനെ ID curve എന്ന് വിളിക്കുന്നു. ID curve. As the angle of incidence increases, the angle of deviation decreases, reaches a minimum value called the angle of minimum deviation, and then again increases. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്തോറും ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞ് ഒരു മിനിമം വാല്യൂവിൽ എത്തിച്ചേരുന്നു. അതിനെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് വിളിക്കുന്നു. അതിനുശേഷം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്തോറും ആംഗിൾ ഓഫ് ഡീവിയേഷൻ കൂടുന്നതായി നമുക്ക് കാണാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം n is equal to sin a plus dm by 2 divided by sin a by 2. ഇവിടെ a എന്നത് ആംഗിൾ ഓഫ് ദ പ്രിസവും dm എന്നത് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷനുമാണ്. അടുത്തതായിട്ട് പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമുക്ക് നോക്കാം. ഈ പ്രിസത്തിന്റെ എ ബി എന്ന് പറയുന്ന സൈഡ് ആണ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പി ക്യു എന്ന് പറയുന്നതാണ് ഇൻസിഡന്റ് റേ. ഇവിടെ ക്യൂലത് റിഫ്രാക്ട് ചെയ്തിട്ട് നമുക്കത് ക്യു ആർ റേ കിട്ടുന്നു. ഇവിടെ വീണ്ടും എ സിയിൽ വെച്ചിട്ട് അതിന് റിഫ്രാക്ഷൻ നടക്കുന്നു. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ഈ ക്യു എന്ന് പറയുന്ന പോയിന്റിൽ നോർമൽ വരച്ചിട്ടുണ്ട്. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേയും അതുപോലെ തന്നെ നോർമലും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ്. അത് ഇവിടെ നമ്മൾ I1 ആയിട്ട് എടുത്തിരിക്കുന്നു. ഇവിടെ ഈ നോർമലും ഒപ്പം റിഫ്രാക്റ്റഡ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ R1 ആയിട്ട് എടുത്തിരിക്കുന്നു. ഇവിടെ വീണ്ടും ഈ റിഫ്രാക്റ്റഡ് റേയും ഒപ്പം തന്നെ ഇവിടെ നിന്നുള്ള നോർമലും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ R2 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി RSും ഇവിടെ വരയ്ക്കുന്ന നോർമലും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് I2. ഇനി ദ ഡീവിയേഷൻ ഓഫ് ദ റേ അറ്റ് എ ബി ഈസ്, അതായത് ഈ എ ബിയിലുണ്ടാകുന്ന ഡീവിയേഷൻ എന്ന് പറയുന്നത് I1 മൈനസ് R1 ആണ്. ഇതിവിടെ നമുക്ക് കിട്ടുന്നത് I1 മൈനസ് R1 ആണ്. അതുപോലെ ഈ എ സി ഫേസിലുണ്ടാകുന്ന ഡീവിയേഷൻ എന്ന് പറയുന്നത് I2 മൈനസ് R2 ആയിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന ഡീവിയേഷൻ എന്ന് പറയുന്നത് I2 മൈനസ് R2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ഡീവിയേഷൻ D എന്ന് പറയുന്നത് I1 മൈനസ് R1 പ്ലസ് I2 മൈനസ് R2. ഇപ്പോൾ ടോട്ടൽ ഡീവിയേഷൻ D എന്ന് പറയുന്നത് I1 മൈനസ് R1 പ്ലസ് I2 മൈനസ് R2 ആണ്. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് I1 പ്ലസ് I2 മൈനസ് R1 പ്ലസ് R2 ആയിട്ട് എഴുതാം. ഇവിടെ നമ്മൾ അടുത്തായിട്ട് AQNR എന്ന ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യാം. ഈ ക്വാഡ്രിലാറ്ററൽ ഇവിടെ ആംഗിൾ A പ്ലസ് ആംഗിൾ N എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണ് അല്ലേ. നമുക്കിവിടെ ആംഗിൾ A പ്ലസ് ആംഗിൾ N ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിട്ട് എഴുതാം. അടുത്തായിട്ട് ട്രയാംഗിൾ QNR കൺസിഡർ ചെയ്യാം. ഇതാണ് ട്രയാംഗിൾ QNR. ഇപ്പോൾ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ഇവിടെ നമുക്കിപ്പോൾ R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ N ദറ്റ് ഈസ് ഈക്വൽ ടു 180 ആയിട്ട് എഴുതാം അല്ലേ. അപ്പോൾ ആംഗിൾ N പ്ലസ് R1 പ്ലസ് R2 എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ
ഇക്വേഷനും തൊട്ട് മുൻപ് എഴുതിയ ഇക്വേഷനും നമ്മൾ കമ്പയർ ചെയ്യുക. ഇവിടെ ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ എന്ന് പറയുന്നത് 180 ആണ്. ഇവിടെ ആംഗിൾ എൻ പ്ലസ് R1 പ്ലസ് R2 എന്ന് പറയുന്നതാണ് 180. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. എ ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 ആയിട്ട് എഴുതാം. ആംഗിൾ എ എന്ന് പറയുന്നത് R1 പ്ലസ് R2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിക്കുള്ള എക്സ്പ്രഷൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I1 പ്ലസ് I2 മൈനസ് R1 പ്ലസ് R2 ആണ്. ഇവിടെ ഈ R1 പ്ലസ് R2ന് പകരമായിട്ട് എ നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അത് I1 പ്ലസ് I2 മൈനസ് എ ആയിട്ട് എഴുതാം. അതാണ് നമുക്ക് ഡീവിയേഷൻ ഡി എന്ന് പറയുന്നത് I1 പ്ലസ് I2 മൈനസ് എ ആണ്. അപ്പോൾ ഡി is equal to I1 plus I2 minus A. If we increase the angle of incidence, the angle of deviation decreases, reaches a minimum value called angle of minimum deviation and then again increases. Angle of minimum deviation കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മിനിമം ഡീവിയേഷനിൽ I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I ആണ്. ഇത് I1ഉം I2ഉം ഈക്വൽ ആണ്. അതുപോലെ തന്നെ R1ഉം R2ഉം ഈക്വൽ ആണ്. അത് നമ്മൾ R ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ R1 പ്ലസ് R2 അതിന് പകരം നമ്മൾ R പ്ലസ് R ദാറ്റ് ഈസ് ഈക്വൽ ടു എ ആയിട്ട് എഴുതുന്നു. അതിൽ നിന്ന് R ഇസ് ഈക്വൽ ടു A/2 ആയിട്ട് എഴുതാം. ഇങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഇവിടെ സ്മോൾ ഡിക്ക് പകരമായിട്ട് നമുക്ക് ക്യാപിറ്റൽ ഡി കൊടുക്കാം. സോ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ക്യാപിറ്റൽ ഡി ഇസ് ഈക്വൽ ടു 2I മൈനസ് എ ആയിട്ട് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ അടുത്തായിട്ട് നമുക്ക് I കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 2I ആയിട്ട് എഴുതാം. അതിൽ നിന്ന് I is equal to A plus D divided by 2 ആയിട്ട് എഴുതാം. ഇനി നമ്മൾ സ്നെൽസ് ലോ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് sin I divided by sin R. That is equal to sin Iക്ക് പകരമായിട്ട് A plus D divided by 2 divided by sin A/2 ആയിട്ട് കൊടുക്കുക. ഇതാണ് പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനുള്ള എക്സ്പ്രഷൻ. ദാറ്റ് ഈസ് N is equal to sin A plus D by 2 divided by sin A/2. അടുത്തായിട്ട് നമുക്ക് റിഫ്രാക്ഷൻ ത്രൂ എ സ്മോൾ ആംഗിൾ പ്രിസത്തെ കുറിച്ച് പഠിക്കാം. N is equal to sin A plus D by 2 divided by sin A/2 ആണ്. ഇത് സ്മോൾ ആംഗിൾ പ്രിസത്തിലാണെങ്കിൽ നമുക്ക് A plus D by 2 by A/2 ആയിട്ട് എഴുതാം. ഇവിടെ കോമൺ ടൈം 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് A plus D by A ആയിട്ട് എഴുതാം. ഇതത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A plus D ഈക്വൽ ടു N ആയിട്ട് എഴുതാം അല്ലേ. ഇപ്പോൾ A plus D ഈക്വൽ ടു NA ആണ്. ഇനി D is equal to NA മൈനസ് എ ആയിട്ട് എഴുതാം. എ കോമൺ ആയതുകൊണ്ട് A ഇൻറ്റു N-1 ആയിട്ട് എഴുതാം. തിൻ പ്രിസംസ് ഡു നോട്ട് ഡീവിയേറ്റ് ലൈക്ക് മച്ച്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.